കേരളത്തിലൊരു നവകേരള ബസ് യാത്ര ചെയ്തു. ഒരു നവകേരള ബസ് എന്ന് പറഞ്ഞാൽ ചെറിയ ബസ്സായിരുന്നില്ല, ഒരു ഒന്നൊന്നര വലിയ ബസ്സായിരുന്നു. ആ അത്രയും വലിയ ബസ് കേരളത്തിലെ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ, അതും യൂത്ത് കോൺഗ്രസിൻ്റെ രണ്ട് ചെറുപ്പക്കാർ അവിടെ നിന്ന് പിണറായി വിജയൻ ഗോ ബാക്ക് എന്നോ എന്തെങ്കിലും ഒരു വിളിച്ചാൽ ആ ബസ്സിനും ഒന്നും സംഭവിക്കാനില്ല, അവർക്കും ഒന്നും സംഭവിക്കാനില്ല. ലോക്കൽ പോലീസ് അവരെ തടഞ്ഞ് മാറ്റിയൊരറ്റത്തോട്ട് നിർത്തുകയും ചെയ്തു. അവരവിടെ മര്യാദയ്ക്ക് നിൽക്കുകയും ചെയ്തു. അതിലൊരാളിപ്പോൾ MLA ആണ് കേട്ടോ, തോമസ് ഇപ്പോൾ MLA ആണ്, ആലപ്പുഴ MLA ആണ്. പക്ഷേ ആ രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെയും ഗൺമാന്മാരായിട്ടുള്ള രണ്ട് പേരും രണ്ട് വണ്ടിയിലിരുന്ന രണ്ട് പോലീസുകാരന്മാരും ഇറങ്ങി ആറഞ്ചവും പൂറഞ്ചവും തല്ലി. നമ്മുടെ കോഡ് ഓഫ് കോണ്ടാക്റ്റിന് അതെതിരായിരുന്നു, പോലീസ് ആക്ടിനെതിരായിരുന്നു, ക്രിമിനൽ പ്രൊസീജിയറിനെതിരായിരുന്നു. പോലീസിന് തല്ലാം, സാധാ പോലീസ് തല്ലി, ഓക്കെ, അവർ തല്ലി അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ലോക്കൽ പോലീസിൽ കൊണ്ടുപോയി വലിയ തോതിൽ തല്ലി. ആ തല്ലിയ ആളിനെ ഇപ്പോൾ സല്യൂട്ട് ചെയ്യണ്ടേ? കേരളത്തിലെ ഏത് പോലീസും സല്യൂട്ട് ചെയ്യണ്ടേ? നാളെ അയാൾ മന്ത്രിയുമാകും. വളരെ പ്രായം കുറവാണ്, ചെറുപ്പക്കാരനാണ്. നാളെ കാലത്ത് അയാൾ മന്ത്രിയുമാകും. അപ്പോൾ വല്ലാതെ തല്ലി. എന്നിട്ട് അതിനെ പിന്നെ ഒരു വനിതാ SP, ആലപ്പുഴയിൽ ഇരുന്ന വനിതാ SP അതിന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിൽ ഈ ഗൺമാന്മാർ ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അവരെ ആലപ്പുഴയിൽ നിന്ന് സ്ഥലം മാറ്റി ആദ്യം ചെയ്തത്. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല പിന്നെ ചേർന്ന DYFIയുടെ സമ്മേളനത്തിൽ പറഞ്ഞു ഇത് രക്ഷാപ്രവർത്തനമാണ് അവർ നടത്തിയത്, വളരെ നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ DYFIക്കാർ കൈയടിച്ചു. എന്തൊരു ക്രൂരമാണ് കേരളത്തിൽ നടന്നത്. കേരള സമൂഹത്തെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു പരിപാടിയാണ് ആ ചെറുപ്പക്കാരെ തല്ലിയതും. അതിനേക്കാൾ വേദനയുണ്ടാക്കിയതാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണവും. എന്നിട്ട് ആ റിപ്പോർട്ട്, ആ FIR തിരുത്തി, FIR മുക്കി വലിയ കുഴപ്പം കാണിച്ചു. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിന് പകരം DYFIക്കാർ മർദ്ദിച്ചാലും ഇത് തന്നെ. അവരെ മർദ്ദിച്ചാലും നമുക്ക് DYFI ആണോ AYF ആണോ യൂത്ത് കോൺഗ്രസ് ആണോ മുസ്ലിം യൂത്ത് ലീഗ് ആണോ നോക്കിയിട്ടല്ല ഞങ്ങൾ ഈ അഭിപ്രായം പറയുന്നത്. രണ്ട് ചെറുപ്പക്കാർ ഈ രാജ്യത്ത് പ്രതിഷേധിക്കാൻ അവസരമില്ലേ? അവർ കരിങ്കൊടി കാണിച്ചു. ആ കരിങ്കൊടി കറുത്ത ബസ്സിൽ എല്ലാവരും ഗ്ലാസ് ഇട്ട് AC പോകുന്ന ബസ്സിൽ ആര് കാണാനാണ്? എന്നിട്ടും പിണറായി വിജയൻ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. അവരെ കണ്ടു, പക്ഷെ തല്ലിയത് കണ്ടില്ല. വലിയ തല്ലാണ് തല്ലിയത്. എന്തായാലും TP ചന്ദ്രശേഖരൻ വധത്തിൽ കൊടിസുനി അടക്കമുള്ള ആളുകളെ കണ്ണൂരിലെ മലനിരകളിൽ നിന്ന് ഒളിയിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഷൗക്കത്ത് അലി SP ആണ് ഇതിൻ്റെ റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നേതാവായിട്ട് വന്നത്. നല്ല അടിപൊളി റിപ്പോർട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ആ ഗൺമാന്മാർ ചെയ്തത് ശുദ്ധമായ തോന്നിയവാസമാണെന്നും ക്രിമിനൽ പ്രൊസീജിയറിനെതിരാണെന്നും നമ്മുടെ ഭരണഘടനയ്ക്കും നിയമത്തിനും എതിരാണെന്നുള്ള കൃത്യമായ ഒരു റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 4 പേരെയും സസ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതോ ഇനി ഡിസ്മിസ് ചെയ്യുമോ എന്നുള്ളത് ആ കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചുള്ള റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും. എന്തായാലും വളരെ മനോഹരമാണ്. ഒരു കാരണവശാലും അവർ ചെയ്തുകൂടാ. ഗൺമാന്മാർക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ശല്യം ചെയ്താൽ പിടിച്ച് പോലീസിലേൽപ്പിക്കുക എന്നതിനപ്പുറം പോലീസ് പിടിച്ചു വച്ചിരിക്കുന്ന ആളുകളെ, പോലീസ് തടഞ്ഞു വച്ചിരിക്കുന്ന ആളുകളെ പോയി തല്ലി എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യായീകരണമില്ല, അതിനൊരു അവസരവുമില്ല നമ്മുടെ ജനാധിപത്യത്തിൽ. അതാണ് ഗൺമാന്മാർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായി അവർക്കെതിരെ നടപടി ഉണ്ടാകണം. എന്തായാലും ഈ ഗവൺമെൻറ് വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു, SP ചുമതലപ്പെടുത്തി. റിപ്പോർട്ട് ഇത് ഒരാഴ്ചക്കകത്ത് വരുന്നു. വളരെ കൃത്യമായി നടക്കാൻ പോകുന്നു. അത് നടക്കട്ടെ. കൃത്യമായി ഗൺമാന്മാർക്കെതിരെ അവരെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. കാരണം സേന ശുദ്ധീകരിക്കേണ്ടതുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് സസ്പെൻഷനിൽ നിർത്തുമ്പോൾ 6 മാസം സസ്പെൻഷനിൽ നിർത്തും. അപ്പോൾ ശമ്പളം പകുതി കിട്ടും. അവർക്കും ചിലർക്കാണെങ്കിൽ ഫുൾ ശമ്പളം കിട്ടും. ഇതിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്, കേസിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. അപ്പോൾ ശമ്പളമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ സുഖമായിട്ടൊക്കെ കഴിയാം. പിന്നെ അത് കഴിഞ്ഞ് വന്ന് വീണ്ടും ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം എന്ന് കരുതുന്നു. അങ്ങനെ കരുതിയാൽ അവരെ വിടരുത്. അവർ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഗൺമാൻഷിപ്പിലേക്ക് കയറാനുള്ള ശ്രമമുണ്ട്, അവരുണ്ടെന്നാണ് തോന്നുന്നത്. അതൊന്നും ഇനി എവിടെ കയറിയാലും, ഈ സംസ്ഥാനം വിട്ടുപോയാലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം. അത് വ്യക്തികൾക്കെതിരെ അല്ല നമ്മൾ ഈ പറയുന്നത്, അവർ ചെയ്ത പ്രവൃത്തിക്കെതിരെയാണ് നടപടി ഉണ്ടാകേണ്ടത്. ആ പ്രവൃത്തി ഒരു കാരണവശാലും കേരളത്തിൻ്റെ പൊതു മനസാക്ഷിക്ക് ചേരുന്നതല്ല. പൊതു മനസാക്ഷി കരഞ്ഞ ഒരുപാട് സംഭവങ്ങളിൽ ഒന്നാണ്. എല്ലാവർക്കും വിഷമം തോന്നി 2 ചെറുപ്പക്കാരെ പട്ടിയെ തല്ലുന്നത് പോലെ ഗൺമാന്മാരെന്ന് തല്ലുന്ന കണ്ടപ്പോൾ വലിയ പ്രതിഷേധമാണ് മലയാളി മനസാക്ഷിയിൽ ഉണ്ടായത്. അതിനനുയോജ്യമായ നടപടി തന്നെ, ശിക്ഷാ നടപടി തന്നെ തീർച്ചയായും ഉണ്ടാകുമെന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം.